ഹലോ. ഇന്നലെ നമ്മൾ ക്യാൻവാസിൽ എഴുത്തുൾപ്പെടുത്താൻ പഠിച്ചു. ഇന്ന് എഴുത്തുകളിൽ എങ്ങനെ കളർ ഉൾപ്പെടുത്താം എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യമായി നമ്മൾ ന്യൂവിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൻ്റെ അളവും കാര്യങ്ങളും നമ്മൾ ഇന്നലെ ചെയ്തതുകൊണ്ട് ഇതിലുണ്ടാവും. പിക്സൽ ഹൈറ്റ് 2500, മറ്റത് 2000. അപ്പോൾ ഇത് ഓക്കെ കൊടുക്കാം. ഇന്നലെ ചെയ്തതുപോലെ തന്നെ ടെക്സ്റ്റ് ഇമേജിൽ പോയി നമ്മൾ എഴുത്ത് കൊണ്ടുവരികയാണ്. ഇങ്ങനെ ലോഡ് ഇവിടെ കാണിക്കും. മുമ്പ് ചെയ്ത വർക്ക് നിങ്ങൾക്ക് വീണ്ടും വേണമെങ്കിൽ ലോഡ് നൽകാം, അല്ലെങ്കിൽ ഡിലീറ്റ് കൊടുക്കാം. നമ്മളങ്ങനെ എഴുത്ത് കൊണ്ടുവരികയാണ്. നമ്മൾ പരിസ്ഥിതി ദിനത്തിൻ്റെ പോസ്റ്ററാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ജൂൺ 5 കൊടുക്കാം. ജൂൺ 5 നമ്മൾ അപ്ലൈ ചെയ്യാണ്. അടുത്ത കൊണ്ടുവരാൻ പോകുന്നത് വേൾഡ് എൻവോയ്മെൻ്റൽ ഡേ നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് ഈ ജൂൺ 5 നമുക്കൊരു കളർ നൽകണം. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് കളർ നൽകുക. ജൂൺ 5 സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് അമർത്താം. ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസുകൾ കാണാം. ടെക്സ്റ്റ് ടോപ്പ്, ടെക്സ്റ്റ് ബോട്ടം എന്ന ഓപ്ഷൻസ്. ഇതിൽ ടെക്സ്റ്റ് ടോപ്പിൽ നമ്മൾ കളർ കൊടുത്താൽ, ഏത് ക്ലിക്ക് ചെയ്ത് കളർ കൊടുത്താൽ എഴുത്തിൻ്റെ മുകൾ ഭാഗം മാത്രമേ കളർ ആവുകയുള്ളൂ. എഴുത്തിൻ്റെ മുകൾ ഭാഗത്തിന് കളർ കൊടുക്കാനാണ് ടെക്സ്റ്റ് ടോപ്പ് ഉപയോഗിക്കുക. നമ്മൾ കൊടുത്ത് കാണിച്ചു തരാം. നമ്മൾ ടെക്സ്റ്റ് ടോപ്പ് ക്ലിക്ക് ചെയ്യുന്നു, ഒരു കളർ സെലക്ട് ചെയ്യുന്നു, ഒരു ഗ്രീൻ കളർ, ഒരു പച്ച കളർ നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ കൊടുത്തു. പിന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് തരാം. ഈ ഒരു ജൂൺ 5 എന്നതിൻ്റെ ഈ ഒരു എഴുത്തിൻ്റെ മുകൾ ഭാഗം മാത്രം പച്ചയായി. ഇനി നമ്മൾ താഴെ ഭാഗം കൂടിയും കളർ കൊടുക്കുകയാണ്. ടെക്സ്റ്റ് ബോട്ടം ക്ലിക്ക് ചെയ്യാം, എന്നിട്ടൊരു ചുവപ്പ് നിറം കൊടുക്കണം. ക്ലിക്ക് ചെയ്യുന്നു, അപ്ലൈ കൊടുക്കുന്നു. കണ്ടോ, ഇപ്പം മുകൾ ഭാഗം പച്ചയും താഴെ ഭാഗം ചുവപ്പുമാണ്. ഇങ്ങനെ ഒരു എഴുത്തിൻ്റെ മുകൾ ഭാഗത്ത് കളർ കൊടുക്കാൻ പറ്റും, താഴെ ഭാഗത്ത് വേറൊരു കളർ കൊടുക്കാനും പറ്റും. ഇനി ഈ രണ്ട് കളറും ഒരേ കളറാക്കണം. ഈ ജൂൺ 5 എന്നത് മൊത്തം പച്ച മാത്രമാക്കണം. എങ്ങനെയാക്കും? എഡിറ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഒരു സമം എന്ന് കാണുന്നില്ലേ, അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ രണ്ട് ഭാഗവും ഒരേ കളറായി. ഒന്ന് അപ്ലൈ ചെയ്ത് തരാം. അപ്ലൈ ചെയ്ത് കൊടുക്കാം. ജൂൺ 5 എന്നത് ഒരേ കളറായി, പച്ചയായി. മുകളിലുള്ള കളർ തന്നെ എല്ലാമായി, താഴേക്കും മേലെയൊക്കെ ഒരേ കളറായി. ഇനി എല്ലാവരും ഒന്ന് പോയി ചെയ്ത് നോക്കും. പിന്നെ നമുക്ക് ഈ ജൂൺ 5 എന്നതിൻ്റെ ഇതിങ്ങനെ സൂം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാണാൻ കഴിയും. ഈ 5 എന്നതിൻ്റെ പുറം ഭാഗങ്ങളിൽ ഒരു കറുപ്പ് ലൈന്, എയ്റ്റിൻ്റെ പുറത്തുള്ള ലൈന്, അതിന് പറയുന്ന പേരാണ് ഔട്ട് ലൈൻ എന്ന്. ചുരുക്കി പറഞ്ഞാൽ പുറത്തുള്ള ലൈൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതെങ്ങനെ കളയാം, അല്ലെങ്കിൽ ഇതെങ്ങനെ കൊടുക്കാം എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ജൂൺ 5 എന്ന് സെലക്ട് ചെയ്യാം, എഡിറ്റിലേക്ക് പോവാം. ഇവിടെ നമുക്ക് കാണാം ഈ ടെക്സ്റ്റ് ടോപ്പിൻ്റെ താഴെയായിട്ട് ഔട്ട്ലൈൻ ടോപ്പ്, ഔട്ട്ലൈൻ ബോട്ടം. നേരത്തെ കൊടുത്തതുപോലെ തന്നെ നമുക്ക് ഇതിന് ചെയ്യാൻ പറ്റും. ഔട്ട്ലൈൻ നമുക്ക് മുകളിൽ വേറൊരു കളറും ഔട്ട്ലൈൻ്റെ താഴെ ഭാഗത്ത് വേറൊരു കളർ നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്ക് കാണിച്ചു തരാം. ഔട്ട്ലൈൻ ടോപ്പ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇതിന് നമ്മളൊരു വേറെ കളർ കൊടുക്കാൻ പോവാണ്. ഒരു നീലറ്റ് കൊടുക്കാം. ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കാണാം ജൂൺ എന്നതിൻ്റെ മുകൾ ഭാഗം, ജൂൺ എന്ന എഴുത്തിൻ്റെ മുകൾ ഭാഗത്തുള്ള ലൈനിൽ നമ്മൾ കൊടുത്ത കളർ. ഇനി നമുക്കിത് രണ്ട് ഭാഗത്തും, ടോപ്പിലും ബോട്ടമിലും രണ്ട് ഭാഗത്തും ഒരേ കളറാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ രണ്ട് ഭാഗത്തും ഒരേ കളറായി. നമ്മളെ ഔട്ട്ലൈൻ കളർ മാറ്റി. നമ്മൾ ഈ ഔട്ട്ലൈന് അങ്ങനെ എവിടെയും കൊടുക്കാറില്ല, ചില സമയത്ത് മാത്രമേ കൊടുക്കാറുള്ളൂ. അതെന്താ വെച്ചാൽ വായിക്കാനൊക്കെ നല്ലൊരു ബുദ്ധിമുട്ടായിരിക്കും ഈ ഔട്ട്ലൈൻ ഉണ്ടായി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ എങ്ങനെ ഒഴിവാക്കാം എന്ന് നോക്കാം. നമ്മൾ എഡിറ്റ് കൊടുക്കുന്നു, ഔട്ട്ലൈൻ ടോപ്പ് ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് ഇതിന് നമ്മുടെ കാണാൻ കപ്പാസിറ്റി എന്ന്
ഇതിൻ്റെ കപ്പാസിറ്റിയാണിത്. ഇത് നമുക്ക് കൂട്ടും കുറയ്ക്കും ചെയ്യാം. കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം തെളിഞ്ഞ് കാണണം എന്നുള്ളതാണിത്. ഇത് കൂട്ടും തോറും അത്രത്തോളം തെളിഞ്ഞ് കാണും. ഇത് കുറക്കും തോറും ഇങ്ങനെ തെളിവ് കുറയും. നമുക്ക് നോക്കാം. ഇത് നമ്മൾ കുറച്ച് വെക്കുകയാണ്. ഒരു 60 വെച്ചു. കണ്ടോ? ഇത് മുകൾ ഭാഗം കണ്ടോ? കണ്ടോ? ആകെ തെളിഞ്ഞ് ആകെ ഒരു വായിക്കാൻ ബുദ്ധിമുട്ടുള്ള ആകെ മങ്ങിപ്പോയി ഔട്ട്ലൈൻ. ഇനി നമ്മളത് കുറച്ച് വെക്കുകയാണ് തീരെ. ഓക്കെ കൊടുക്കുക. എല്ലാം കുറച്ച് വെക്കുക. ഓക്കെ കൊടുക്കുക. ക്ലിക്ക് ചെയ്യുക. കണ്ടോ? ഇപ്പോൾ ഔട്ട്ലൈനൊക്കെ പോയി. ഇപ്പോൾ ഔട്ട്ലൈനൊക്കെ പോയി. ജൂൺ 5 മാത്രം. 8 മാത്രം. അതെടുത്ത് വെക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ എങ്ങനെ കളർ നൽകാം, ഔട്ട്ലൈൻ എങ്ങനെ ഒഴിവാക്കാം എന്ന് മനസ്സിലാക്കി. ഔട്ട്ലൈനിൻ്റെ കപ്പാസിറ്റി കുറച്ച് വെച്ചാൽ മതി. അപ്പോൾ ഔട്ട്ലൈൻ അടുപ്പിക്കോളും. ഇനി നമുക്ക് ജൂൺ 5 എന്നതിന് എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് നൽകാം എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ എഡിറ്റ് ക്ലിക്ക് ചെയ്യാം. എൻ്റെ ഇവിടെ കാണാൻ കഴിയും അടുത്ത ഓപ്ഷൻ ബാക്ക്ഗ്രൗണ്ട് ടോപ്പ്, ബാക്ക്ഗ്രൗണ്ട് ബോട്ട് എന്നൊക്കെ. ഇതുപോലെ തന്നെയാണ് ബാക്ക്ഗ്രൗണ്ട് ടോപ്പ് പറഞ്ഞാൽ ആ എഴുത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ മുകൾ ഭാഗത്ത് കളർ, ബാക്ക്ഗ്രൗണ്ട് ബോട്ടം പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ താഴെ ഭാഗത്ത് കളർ. ഇത്രയേ ഉള്ളൂ. ബാക്ക്ഗ്രൗണ്ട് ടോപ്പ് നമ്മൾ ക്ലിക്ക് ചെയ്യാണ്. നമ്മളൊരു കളർ കൊടുക്കുകയാണ്. കളർ കൊടുത്തു. കളർ കൊടുത്തിട്ട് വരുന്നില്ല. അതെന്താണെന്ന് അറിയാം. ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കപ്പാസിറ്റി കുറച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്. അത് കൂട്ടി വെക്കുക. കപ്പാസിറ്റി കുറച്ച് വെച്ചാൽ കളർ വരില്ല. കുറച്ചാണെങ്കിൽ മങ്ങിയ നിറത്തിലേക്ക് വരാം. അങ്ങനെ കൂട്ടി വെക്കാം. ഓക്കെ കൊടുക്കാം. അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു കളർ വന്നു. ബാക്ക്ഗ്രൗണ്ടിൻ്റെ മുകൾ ഭാഗത്ത്. ഇനി താഴെ ഭാഗത്ത് വേണമെങ്കിൽ എഡിറ്റ് ക്ലിക്ക് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് ബോട്ടം എന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ നമ്മളൊരു നീല കളർ കൊടുക്കാം. അവിടെ നമ്മൾ കപ്പാസിറ്റി കൂട്ടി വെക്കണം. കപ്പാസിറ്റി കുറച്ചെങ്കിൽ വരില്ല, കളർ വരില്ല. നമ്മളിത് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട് ജൂൺ 5-ന്. അപ്പോൾ ഇതൊരു വായിക്കാൻ ഒരു പ്രയാസമുണ്ട് ജൂൺ 5 എന്നുള്ളത് അല്ലേ. ശരിക്കും ഇങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഏറ്റവും നല്ലത് വൈറ്റ് എഴുത്താണ് നല്ലത്, അല്ലെങ്കിൽ ബ്ലാക്ക്. നമ്മൾ ടെക്സ്റ്റ് ടോപ്പിൽ കൊടുത്ത് നമ്മൾ വൈറ്റ് ആക്കുകയാണ്. അതുകൊണ്ടോ അപ്പം ഇങ്ങനെ ചെയ്ത് നമ്മൾ ഇനി ഇതെല്ലാവരും ഒന്ന് പോയി ചെയ്ത് നോക്കും. ഇനി നമ്മൾ ഈ വേൾഡ് എൻവോയ്മെൻറ്റ് എന്നതിന് കളർ നൽകാൻ പോവുകയാണ്. ഇപ്പോൾ ഈ എഴുത്തിൽ എന്തൊക്കെയുള്ളത്, ഇപ്പോൾ ഇതിൻ്റെ എഴുത്തിൻ്റെ നിറം വൈറ്റ് ആണ്, വെള്ള നിറമാണ്. ഇതിൻ്റെ ഔട്ട്ലൈൻ ബ്ലാക്കുമാണ്, കറുപ്പ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ ഔട്ട്ലൈൻ നിറം മാറ്റാൻ പോവാണ്. ഔട്ട്ലൈൻ നമ്മൾ തീരെ വേണ്ട, അതിൻ്റെ കപ്പാസിറ്റി കുറക്കാൻ പോവാണ്. ഈ ഔട്ട്ലൈൻ ടാപ്പ് നോക്കിയിട്ട് അതിൻ്റെ കപ്പാസിറ്റി പറ്റ കുറച്ച് വെക്കുക. എന്നിട്ട് ഓക്കെ നൽകുക. ബോട്ടമിൻ്റും ടോപ്പിൻ്റെ ഒക്കെ കുറച്ച് വെക്കുക. എന്നിട്ട് അപ്ലൈ കൊടുക്കുക. ഇപ്പം എന്തായി? പൂളൊന്നും കാണുന്നില്ല. കാരണം എന്താ? ആ എഴുത്തിൻ്റെ കളർ വൈറ്റ് ആയിരുന്നു, വെള്ളയായിരുന്നു. ബാക്ക്ഗ്രൗണ്ടും വൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ വില കാണാൻ കഴിയില്ലല്ലോ. ഇനി നമ്മൾ നിറം കൊടുക്കാൻ പോവാണ്. ടെക്സ്റ്റ് ടോപ്പിന് നമ്മൾ ബ്ലാക്ക് കൊടുക്കുകയാണ്. വൈറ്റിൽ ബ്ലാക്ക്, രണ്ടിൻ്റെയും ബ്ലാക്ക് കൊടുത്തു. നമ്മൾ സെലക്ട് ചെയ്തു, അപ്ലൈ കൊടുത്തു. ഇപ്പോൾ അത് ഉഷാറായി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ ഈ ഒരു നിരക്ക് അടുപ്പിച്ച് വെക്കണം. അപ്പോഴേ ഭംഗി ഉണ്ടാവുള്ളൂ. ഇത്രയാണ് ഇന്നത്തെ വർക്ക്. ഇതെല്ലാവരും ചെയ്ത് ഗ്രൂപ്പിൽ അയക്കണം. ഓക്കെ.